ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി വളരെയധികം പൈസയ്ക്ക് വേണ്ടിയിട്ട്, അതായത് പൈസയുടെ ഒരു കാര്യം ഓർത്ത് ഈ വ്യക്തി വളരെയധികം വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇതുവരേക്കും ഒരു തോൽക്കേണ്ട ഒരു സാഹചര്യം ഇവരുടെ ജീവിതത്തിൽ ഇതുവരേക്കും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി ഈ വ്യക്തിയുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതായത് ഈ നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ കുറച്ചും കൂടി വളരെ മനോഹരമാക്കാനായിട്ട് യാത്രകൾ പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ വണ്ടി വാങ്ങുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ വ്യക്തി കുറേയധികം മാനിഫെസ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ വളരെയധികം നടന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. ഓക്കെ, അപ്പോൾ ഈ ട്രാവലിംഗ് ഒക്കെ തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അതിനു വേണ്ടിയൊക്കെ പൈസ സ്വരുക്കൂട്ടുകയും അതിനൊക്കെ പോകാനായിട്ട് വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ തൻ്റെ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഈ വ്യക്തിയിലേക്ക് വളരെയധികം അസൂയ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ വ്യക്തിക്ക് വേണ്ടിയുള്ള സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പുണ്ട്, വളരെ നന്നായി പോകുന്നൊരു റിലേഷൻഷിപ്പുണ്ട്, അതോടൊപ്പം തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ നല്ല 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 കൂട്ടുകൾ ഈ വ്യക്തിയുടെ ചുറ്റിനും ഉള്ളത് മറ്റുള്ളവർക്ക് അതൊരു അസൂയ ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് അത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അവരിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയെ എന്തോ ഒരു കാര്യത്തിൽ ഈ വ്യക്തികൾ പറ്റിച്ചിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച പൈസ ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അത് ഈ വ്യക്തിയിൽ നിന്നും അവർ പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് വളരെയധികം വിഷമത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. തൻ്റെ ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ മെയിനായിട്ടും പണമായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഈ വ്യക്തിയിൽ നിന്നും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമോ, തൻ്റെ സ്വപ്നങ്ങൾ തകർന്നു പോകുമോ എന്ന പേടി ഈ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് തൻ്റെ ആ ഒരു ഓറയിൽ അതായത് ഈ വ്യക്തി വളരെയധികം നല്ലൊരു ഗുഡ് പോസിറ്റീവായിട്ടുള്ളൊരു ഓറുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി പെട്ടിരിക്കുന്നത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു സർക്കിളിലാണ് എന്ന് തന്നെയാണ്. അതായത് തൻ്റെ പാഷനെയും തൻ്റെ കാര്യങ്ങളെയും അതായത് തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിരുന്ന ആൾ എങ്ങനെയോ ഈ ഒരു കാര്യത്തിൽ വന്ന് പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു സർക്കിളിൽ വന്ന് ഈ വ്യക്തി പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടതെന്നോ, കാരണം തൻ്റെ ജീവിതത്തിൽ ഇതുവരേക്കും തോൽക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാരണം എല്ലാ വിജയവും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അതായത് ഈ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ വന്നിരിക്കുന്നത് എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ഫാമിലിയിൽ നിന്നും തന്നെയാണ്.
ഫാമിലിയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നുമാണ് ഇങ്ങനൊരു പ്രശ്നം വന്നിരിക്കുന്നത്. അതായത് തൻ്റെ സ്വപ്നങ്ങൾ തകർക്കുന്ന രീതിയിലേക്ക് ആരോ ഒരാൾ ഈ വ്യക്തിയെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഫാമിലി വേണമെങ്കിൽ ഈ വ്യക്തിക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ പക്ഷേ ഇവിടെ ഈ വ്യക്തിയുടെ മേൽ ഗോഡ് ബ്ലെസ്സിങ്സ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊന്നും ഈ വ്യക്തിക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പോലും ഈ വ്യക്തി ചിലപ്പോൾ ഇപ്പം മിണ്ടാതെയൊക്കെ നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒട്ടും ഒരു കാര്യത്തിലും ഒരു ഇൻട്രസ്റ്റ് കാണിക്കാതെ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇപ്പോൾ ഈ വ്യക്തിയിൽ നിങ്ങൾ കണ്ടുവരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്നോ, അതായത് അതായത് ഇപ്പോൾ താൻ എങ്ങനെയാണോ തൻ്റെ ലൈഫിനെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം ഈ വ്യക്തി മറന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ, അതായത് ആ ഒരു വ്യക്തിയിൽ നിന്നും, അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു വ്യക്തിയിൽ നിന്നും, ഈ വ്യക്തിയുടെ ഫാമിലിയിൽ നിന്നും ഒരു തിരിച്ചടി എന്ന പോലെ, അതായത് ഒരടി എന്ന പോലെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ തൻ്റെ ആ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു പൈസ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളത്. പക്ഷേ താങ്കൾ അതായത് ഈ വ്യക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, തൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, തൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവും എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ പോലും തൻ്റെ ആ ഒരു സെൽഫ് ഡൗട്ടിനെ അതായത് ആ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ ഈ വ്യക്തി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വരികയാണ്. അതായത് ആ ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുത്തില്ലെങ്കിൽ, അതായത് ആ ഒരു കാര്യം ഞാൻ ആ വ്യക്തിയിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടു കൊടുത്തില്ലെങ്കിൽ ആ വ്യക്തി എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട്. അതായത് എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ വ്യക്തിയുടെ ഫാമിലിയെ, അതായത് ഈ വ്യക്തിയുടെ പ്രിയപ്പെട്ടവരെ ഈ വ്യക്തിയിലേക്ക് തിരിക്കുമോ എന്ന പേടിയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക, അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഈ വ്യക്തി വന്നു പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിത് സോൾവ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. പകരം ഈ വ്യക്തി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ ജീവിതത്തിൽ തോറ്റ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്ന പോലെ, അതായത് ഒരു ഈ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്നോ അതോർത്ത് വിഷമിച്ച് നടക്കുക എന്നല്ലാണ്ട് അതിലൊരു ഒരു ക്ലാരിറ്റി വരുത്തുകയോ അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നോക്കുകയോ ഒന്നും ഈ വ്യക്തിക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം എന്തോ ഒരു കാര്യം ഈ വ്യക്തിയെ കൂടുതലായിട്ട് തടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഈ വ്യക്തി എന്തെങ്കിലും കൂടുതലുമായിട്ട് ഇനി ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ചിലപ്പോൾ ഇത്തിരി ഡെസ്പായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോബ്ലം ഈ വ്യക്തിയെ വളരെയധികം അലട്ടുന്നുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇവർ സന്തോഷിക്കാൻ നോക്കുന്നുണ്ട്, തുറന്നു പറയാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് മറ്റുള്ളവരോട്. പക്ഷേ ഇതൊന്നും ഈ വ്യക്തിയുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓക്കെ, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മാറാനായിട്ട് ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു കാർമാറ്റിക് സിറ്റുവേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം തൻ്റെ ജീവിതത്തിൽ എപ്പോഴും വിജയം മാത്രമല്ലല്ലോ, അതായത് ഒരു തോൽവിയൊക്കെ സംഭവിച്ചാലല്ലേ നമ്മൾ ജീവിതം പഠിക്കൂ എന്നൊക്കെ പറയുന്ന പോലെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇങ്ങനൊരു കാര്യം ഇട്ടുകൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാനായിട്ട് ഇവിടെ സാധിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ തൻ്റെ സ്വന്തം കാര്യം നോക്കി നടന്നിരുന്ന ആൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഡെസ്പായി പോകുന്നു. ഓക്കെ, ഇങ്ങനൊരു കാര്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി ഈ വ്യക്തിക്ക് ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് തിരിച്ചു കിട്ടും എന്നുള്ള വിശ്വാസവും ഇവർക്ക് ഉണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.